നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഈ പൊസിഷനിൽ നിൽക്കാം. രണ്ട് സൈഡിലോട്ടും 10 പ്രാവശ്യം മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അപ്പ് ആൻഡ് ഡൗൺ 10 പ്രാവശ്യം. ഇതിന്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. ഓപ്പോസിറ്റ് 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ. ഇനി ഹിപ്പ് റൊട്ടേഷൻ അതുപോലെ ഓപ്പോസിറ്റ് ചെയ്യാം. ഇത് മുട്ടുകാലിന്റെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ 1 2 3 4 5 6 7 8 9. കാല് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. അപ്പ് 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9 10. Fine. Good. In front 1 2 3 4 5 6 7 8 10. കാല് ചേഞ്ച് ചെയ്യാം. ആംഗിൾ നമ്മൾ ചെയ്തില്ല അല്ലേ? ഇത് 2 3 4 5 7 8 9. ഓപ്പോസിറ്റ്. ലെഗ് സ്വിങ് കേട്ടോ. മുന്നോട്ട് ലെഗ് സ്വിങ് ഇതുപോലെ. കാല് ചേഞ്ച് ചെയ്യാം. ലെഗ് ചേഞ്ച്. ഓക്കെ. ഇതുപോലെ നമ്മുടെ ഇതും കൂടെ ചെയ്യാം കേട്ടോ. ഓപ്പോസിറ്റ്. ജസ്റ്റ് സ്പോട്ട് റണ്ണിങ് ചെയ്യാം. 1 2 3 4 എല്ലാവരും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18. പ്രധാനപ്പെട്ട മസിലുകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ആദ്യം നമുക്ക് ചെസ്റ്റിന്റെ വർക്കൗട്ട് ചെയ്യാം. ബാൻഡുള്ള ആരാന്ന് പറഞ്ഞ? ബാൻഡ് ആർക്കാൾ ഉണ്ടായിരുന്നേ? ബാൻഡ് ഉണ്ട് അല്ലേ? പുഷപ്പ് ചെയ്യാൻ പറ്റുമോ? ബാൻഡുള്ള ആൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ബാൻഡുള്ള ആള് പുഷപ്പ് ചെയ്യാം. എല്ലാവരും ഡംബലോ വാട്ടർ ബോട്ടിലോ എടുക്കാം. ഓക്കെ. എന്നിട്ട് ഈ ഒരു പൊസിഷന് നേരെ ചെസ്റ്റിനോട് മുകളിലോട്ട് ഇങ്ങനെ 2 3 4 5 6 7 8. അതായത് നേരെ ചെസ്റ്റിന് മുകളിലായിരിക്കണം വരേണ്ടത്. കൈ നേരെ ഈ ഒരു
ഇത്രയും വന്ന് ഈ ലെവലിൽ നമ്മൾ ഷോൾഡറിന്റെ സെയിം ലൈനിൽ വന്നിട്ട് നേരെ ജസ്റ്റിന്റെ മുകളിലോട്ട് മെല്ലെ കൊണ്ടുവരാം, തിരിച്ചു പോവാം. ഇതാണ് ഫ്ലോർ ചെസ്റ്റ് ഫ്ലൈ കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്ന നിലത്ത് കിടന്നിട്ട് നേരെ മറ്റേ യെസ്, വെരി ഗുഡ്. റെസ്റ്റ് ചെയ്യാം. വെരി ഗുഡ്. എങ്ങനെ നമുക്ക് ഇത് 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെറ്റായി. റെസ്റ്റ് ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ചെയ്യാം, 10 പ്രാവശ്യം ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യണം കേട്ടോ. 1 മോർ, തേർഡ് വൺ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. മെല്ലെ ചെസ്റ്റിലോട്ട് മുകളിലോട്ട് കൊണ്ടുവരാം. പുഷപ്പ് ചെയ്യുന്ന ആൾ പുഷപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു ഡമ്പല് മതി പുള്ളോവർ ചെയ്യാൻ. തുടക്കത്തിൽ ഒരു ഡമ്പൽ മതി, പിന്നീട് 2 ഡമ്പൽ ഇങ്ങനെ വയ്ക്കാം നേരെ ചെസ്റ്റിന്റെ മുകളിൽ. എന്നിട്ട് നേരെ അത് ബാക്കിലോട്ട് കൊണ്ടുപോവാം. ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചു വരാം. 1 കൊണ്ടുപോവാ, തലയിൽ തരുന്ന തിരിച്ചു വരാം. 2 3 4 5. ഇത് ഡമ്പലിന്റെ ആൾക്കാർ കേട്ടോ. ബാൻഡുള്ള ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വീഡിയോയിൽ ശരിക്കും കണ്ടില്ല. ഒന്നുകൂടെ കാണിക്കാം. അതായത് ഇങ്ങനെ കിടക്കും. ഇപ്പൊ കാണില്ലേ? വേണേ ക്യാമറ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. സംസാരം കേൾക്കട്ടെ, വീഡിയോ കാണില്ലെങ്കിലും കേട്ടോ. ഇങ്ങനെ കിടക്കുക. എന്നിട്ട് നേരെ ബാക്കിലോട്ട് കൊണ്ടുപോവാ, തിരിച്ചു വരിക. കണ്ടോ, ഈ ഒരു ഇത്ര മതി. തലയിൽ ടച്ച് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ബാൻഡ് ഉള്ള ആൾക്കാര് ബാൻഡ് എടുക്കുമ്പോ നേരെ കാലിൽ കെട്ടി വെക്കാം. ബാൻഡുള്ള ആൾക്കാരാണ് കാലിൽ കെട്ടി സെയിം സാധനം തന്നെ ബാക്കിന് കേട്ടോ. ഇങ്ങനെ വലിക്കാൻ പറ്റും. റെസ്റ്റൻ ബാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 2 3 4 5 6 7 8 9. സിമ്പിൾ. അതായത് ബാൻഡ് ആണെങ്കിൽ ബാൻഡ് റോ ചെയ്യാം, സീറ്റഡ് റോ. മറ്റേതാണെങ്കിൽ പുൾ ഓവർ ചെയ്യാം, ഡംബൽ കേട്ടോ. അടിപൊളി. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ആണ് കേട്ടോ. ഷോൾഡർ ചെയ്യാന് നിൽക്കാം. ഈ ഒരു പൊസിഷനിൽ നിൽക്കാം. ചെസ്റ്റിന് നേരെ ഷോൾഡർ നേരെ ആയിരിക്കും, കാല് വരട്ടെ. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യാം, കൊറാക്റ്റായിട്ട് പൊസിറാക്കാം. എന്നിട്ട് ഇത്രയും ചെയ്യാം, കൊണ്ടുപോകും. ഇത്രയും മതി. ഡമ്പല് ഞാൻ മറ്റേ ആൾക്കാർ ബാൻഡിന്റെ ഇപ്പൊ പറയാം. ആദ്യം ഡമ്പൽ കാണിക്കാം കേട്ടോ. ബാൻഡെ കാണിക്കാം. വേ ഡമ്പൽ എടുത്തിട്ട് ഇത്രയും ഈ ലെവലിൽ എത്താം. ഇത്രയും കൊണ്ടുപോവാ, ഈ ലെവലിൽ കേട്ടോ. ഇത്രയും വരാം. കൈ ചെറുതായിട്ടൊന്ന് ബെൻഡായാൽ മതി. ബാൻഡ് ആണെങ്കിൽ സെയിം തന്നെ നമുക്ക് ബാൻഡേജ് ചെയ്യാൻ പറ്റും. ബാൻഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ മുന്നത്തെ കാലിൽ ബാൻഡ് ചവിട്ടി പിടിക്കാം. ഫ്രണ്ടിലെ കാലിൽ മുന്നത്തെ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് ഇതേപോലെ കണ്ടോ. മുന്നത്തെ കാലിലാണ് ബാൻഡ് ചവിട്ടി പിടിക്കേണ്ടത്, ബാൻഡ് ഉള്ള ആൾക്കാർ കേട്ടോ. ഡമ്പലാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഈ ലെവലിൽ മതി, ഇത്രയും മതി. ഈ ലെവലിൽ ഒരുപാട് മേലോട്ട് പോകണ്ട, ഈ ഒരു ലെവലിൽ മാത്രം എപ്പോഴും ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഷോൾഡറിന്റെ ലാറ്ററൽ റൈസ്. ഒരു പ്രാവശ്യം ചെയ്യാം. 1 മോർ, തേർഡ് വൺ. യെസ്, സെയിം തന്നെ. 3 പ്രാവശ്യം. മൂന്നാമത്തെ ചെയ്യുന്ന നമ്മളില്ല, 2 ചെയ്തോളൂ. മൂന്നാമത്തെ ചെയ്യാം. 1 2 4 3
വെരി ഗുഡ് 5. കൈ വളയരുത്, കൈ ഒരുപാട് വളയരുത്. ഈ ഒരു ലെവലിൽ വന്നാൽ ഇങ്ങനെ ആവരുത്, ഈ ലെവലിൽ കേട്ടോ. അതായത് ഈ ഒരു ആംഗിൾ മതി, 35 ഡിഗ്രി. ഇത്രയും ബെൻഡ് ആകാൻ പാടുള്ളൂ. ഇങ്ങനെ ബെൻഡ് ആവരുത്, ഇങ്ങനെയാവും മതി. വെരി ഗുഡ്. റെസ്റ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഷ്രഗ് ആണ്. കഴുത്തിന്റെ മെയിൻ നമ്മുടെ ഇതേ പൊസിഷനിൽ നിൽക്കാം. എന്നിട്ട് ജസ്റ്റ് ലിഫ്റ്റ്, ഷോൾഡറിന്റെ നേരെ കാലായിരിക്കണം. ജസ്റ്റ് അപ്പ് ചെയ്യാം, കഴുത്ത് നേരെ പിടിക്കാം. എന്നിട്ട് നേരെ അപ്പ്. 1 ഷ്രഗ്, 2 3. അതായത് കൈ വളയാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ കൈ വളയരുത്, കഴുത്ത് മാത്രം മാക്സിമം നമുക്ക് ചെവിയോട് മുട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. ആണോ? കൈ വളയാതെ തന്നെ നമുക്ക് എന്താ ചെയ്യാം. ഓക്കെ, മാക്സിമം ചെവിയോട് മുട്ടിക്കുക. ബാൻഡ് എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് താഴെ പിടിക്കാം. ബാൻഡ് എടുത്തിട്ട് താഴെ പിടിക്കാം, കുറെ താഴെ പിടിക്കാം. ബാൻഡ് കുറച്ച് താഴെ പിടിക്കണം, ഇങ്ങനെ പിടിക്കാം. അതായത് മറ്റേത് മുകളിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, റെസിസ്റ്റൻസ് കുറവായിരിക്കും. പകരം മാക്സിമം താഴെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, നന്നായിട്ട് കിട്ടും. ഇങ്ങനെ കണ്ടോ? ഇരുന്നാൽ മതി. 1 2 3 4. ഓക്കെ. ബാക്ക് പെയിൻ ആൾക്കാർ ശ്രദ്ധിക്കുക, ഒരുപാട് ഇരിക്കണ്ട. പകുതി ഇരുന്നാൽ മതി, 90 ഡിഗ്രി. പകുതി ഇരുന്നിട്ട് എണീറ്റാൽ മതി കേട്ടോ, ഒരുപാട് ഇരിക്കരുത്. ബാക്ക് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം, ബാക്കിന് സ്ട്രെയിൻ വരാൻ പാടില്ല. മുട്ടുവേദന ആൾക്കാരും ഒരുപാട് ഇരിക്കാൻ പാടില്ല. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ബോഡി വെയിറ്റ് തന്നെയാണ്. ഇതിനൊന്നും അധികം എന്ത് ചെയ്യണ്ട, ഇത് വേണ്ട. നേരെ നിൽക്കാം, ലുക്ക് സ്ട്രൈറ്റ്. ഇത്ര ഇങ്ങനെ ഒറ്റക്കാലിൽ ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്യല്ല, ഡെഡ് ലിഫ്റ്റ് എന്ന് പറയും. ബാക്ക് പെയിൻ ആൾക്കാർ ചെയ്യരുത്, ബാക്ക് പെയിൻ ആൾക്കാർ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ പോകണമെന്നൊന്നുമില്ല, ഇത് നമ്മളെ ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്ത് അനുസരിച്ചാണ് മുകളിൽ എത്തുക. അതൊന്നും വേണ്ട, പകരം ഇത്രയും പോയത് തന്നെ ധാരാളം. 2 3. ഫുൾ ബാക്കിലോട്ട് ഇങ്ങനെ തിരിച്ചു പോകണം. ഇങ്ങനെ പോവാ, തിരിച്ച് കംപ്ലീറ്റ് ബാക്കിലോട്ട് പോവാ. കാല് ബാക്കിലോട്ട് ഈ ഒരു ലെവലിൽ എത്തിയാൽ മതി. തിരിച്ച് കംപ്ലീറ്റ് ഈ ഒരു ഇത്ര ബെൻഡ് ആയി കഴിഞ്ഞാൽ തന്നെ സംഗതി ഓക്കെയാണ്. കണ്ടോ? 90 ഡിഗ്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നാവുന്നില്ല. ഈ ഇവിടെ ഇത്ര ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സംഗതി വർക്കാവും. സിംഗിൾ ലെഗ് ഡെഡ് ലിഫ്റ്റ് ആണ് ഇതിന്റെ പേര്. ഓക്കെ, കാണിച്ചു തന്നെ. ഓക്കെ, ഗുഡ്. യെസ്, റെസ്റ്റ് ചെയ്യാം. ടേക്ക് റെസ്റ്റ്. മതി മതി മതി, റെസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത കാണിക്കാം. ശ്രദ്ധിക്കാം, എന്റെ കാല് നോക്കാം. നേരെ കാല് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാല് കേട്ടോ, കാഫ് റൈസ് മാക്സിമം. ഓക്കെ, 15 പ്രാവശ്യം ചെയ്യാം. കാഫ് റൈസ് പിന്നെ ഒരു ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. കൈ സൈഡിലോട്ട് വെച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ്, ഹീൽ റൈസ്. വെയിറ്റ് ഒന്നും വേണ്ട, കയ്യിൽ വെയിറ്റ് വേണമെന്നില്ല കേട്ടോ, വെയിറ്റ് ഇല്ലാതെ ചെയ്താൽ മതി. അതായത് ഓക്കെ, അതുപോലെ കിടക്കാം. എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഹിപ്പ് റൈസ് ചെയ്യാം. ബ്ലൂച്ച് 1 2 3 4 5 6 7 8
9, 10. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യാം, ഒരു ഡമ്പൽ എടുത്തിട്ട് ഇവിടെ വെക്കാം. തുടക്കത്തിൽ വെക്കരുത്, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വെക്കരുത്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യാം, ഡമ്പൽ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കിട്ടും. ഡമ്പൽ ഇല്ലാതെ 15 റെപ്സ് ചെയ്യാം. ഗുഡ്സ്. 15 എണ്ണത്തിന് 3 സെറ്റ് ചെയ്യണം കേട്ടോ. റെസ്റ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. 1 മോർ, ഒറ്റ പ്രാവശ്യം കൂടി ചെയ്യണേ. യെസ്, സ്റ്റാർട്ട്. 15 എണ്ണം ചെയ്യണം. 15. ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട് ഈ 3 ദിവസം, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോറിന്റെ 2 മെയിൻ എക്സസൈസുകളാണ് കേട്ടോ. നമ്മൾ ചെയ്താണ് ഓൾറെഡി. ഇങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുക, ഷോൾഡറിന് നേരെ കൈ വരിക, ഹിപ്പിന് നേരെ കാലായിരിക്കണം. എന്നിട്ട് ഇതുപോലെ കൈയും കാലും എക്സ്റ്റെൻഡ് ചെയ്യാം. ബേർഡ് വർക്ക്. ബേർഡ് വർക്ക്. ഓക്കെ, നമ്മള് പിന്നെ അന്ന് കോറിന്റെ കൂടെ ചെയ്തതാണ്. അപ്പൊ ഇത് ഫുൾ ബോഡി ആകുമ്പോൾ ഒരു കോറും നമുക്ക് വേണ്ടി വരും. ഓൾറെഡി നിങ്ങൾ ചെയ്ത കൂട്ടാണിത്. ഓരോ സൈഡും 8 പ്രാവശ്യം 16 എണ്ണം ചെയ്യാം. പൊസിഷനിൽ നിന്നിട്ട് ബാക്ക് പെയിൻ ആൾക്കാർ അത് ചെയ്യരുത്. പകരം ബാക്ക് പെയിൻ ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ ഫ്ലെക്സ് ഡെക്കറേറ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യാം. അപ്പർ ബോഡി സ്ട്രെച്ച് ചെയ്യാം. നേരെ നിന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഇവിടെ മെല്ലെ ഇങ്ങനെ സൈഡിലോട്ട് പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ മതി. ഒരു 5-10 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചിരിക്കും. പിടിച്ച് വലിക്കരുത്. സിമ്പിൾ ആയിട്ട് മെല്ലെ പിടിച്ചിരിക്കാൻ പാടില്ല. ഇങ്ങനെ പിടിച്ച് വലിക്കുകയും നെട്ടിക്കുകയും ചെയ്യരുത്. ഇത് ഇഞ്ചുറി ഉണ്ടാക്കും. മെല്ലെ സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ ഈ സൈഡിലോട്ട് മെല്ലെ പിടിച്ചു നിൽക്കാം. ഒരു 10 സെക്കൻഡിന് പിടിച്ചു നിൽക്കണം കേട്ടോ. ഇനി ഇങ്ങനെ കൈ കൊണ്ട് ഇതാ ഇങ്ങനെ പിടിക്കാം. അതായത് ഈ കൈ ഇങ്ങനെ വന്നിട്ട് ഈ കൈ കൊണ്ട് ഇവിടെ പിടിച്ചിട്ട് മെല്ലെ ഇതുപോലെ പിടിച്ചിട്ട് 10 സെക്കൻഡ്. ഷോൾഡർ സ്ട്രെച്ച്. ഓപ്പോസിറ്റ് ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. ഇങ്ങനെ അമർത്തല്ല, ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഈ കൈ കൊണ്ട് വലിക്കണം. ഈ കൈ കൊണ്ട് വലിക്കണം. അത് കഴിഞ്ഞാൽ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. യെസ്, വെരി ഗുഡ്. പിടിച്ച് നിൽക്കാം. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. നമ്മുടെ ഇനി ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കാം. ഇതുപോലെ
അങ്ങനെ കെട്ടിപ്പിടിക്കുക, ബെൻഡ് ചെയ്യുക ചെറുതായിട്ട്. ഒന്നുകൂടെ കെട്ടിപ്പിടിക്കുക, ബെൻഡ് ചെയ്യുക. ഇനി കൈ ഇങ്ങനെ മുകളിലോട്ട് പിടിക്കാം, സൈഡിലോട്ട്. ഈ സൈഡിലോട്ട് ഇതുപോലെ. കാലിങ്ങനെ പിടിക്കാം. ചേഞ്ച് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ മടക്കി പിടിക്കാൻ കാല്. ചേഞ്ച് ചെയ്യാം. ഇനി നിലത്ത് കിടന്നിട്ട് ഈ ടെസ്റ്റ് പോലെ കാലും പോലെ ഇവിടെ ഇനി ഇങ്ങനെ പിടിക്കാൻ ഈ കാല് മാത്രം. അത് കൈ വെച്ചാൽ മതി. ഹാംസ്ട്രിംഗ് മസിലൊക്കെ വെച്ചാൽ വിസിറ്റ്. ഒന്നുകൂടെ പിടിക്കാം, മാറ്റി പിടിക്കാം. പിന്നെ ചെയ്യാം. 10 സെക്കൻഡിന് അറ്റ്ലീസ്റ്റ് ചെയ്യണം കേട്ടോ. തോന്നുന്നു രണ്ട് കാലിനെ ചേർത്ത് ഞാൻ പിടിക്കാം, പിടിച്ച് നിൽക്കാം. 10 സെക്കൻഡിന് ചേർത്ത് നമ്മള് ഇന്നലെ ചെയ്ത സാധനം ഇരിക്കുക. അത് നിങ്ങളുടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കാം. പോസ് കോബ്ര, പോസ് കോബ്ര. ഓക്കെ. ഒന്ന് ഇത്ര മതി. ചെറുതായിട്ട് ഫുൾ ബോഡി ചെയ്ത് നമ്മൾ കേട്ടോ. ബാക്കി ചെയ്യാനുള്ള ആൾക്കാർക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം.